ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കീ സ്റ്റോറി. നമ്മൾ ഇന്നൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കസ്റ്റമൈസ്ഡ് ഔട്ട്ഫിറ്റ് തയ്ക്കാനായിട്ട് മെറ്റീരിയൽസ് എടുക്കാനായിട്ട് പോയതായിരുന്നു. എൻ്റെ മനസ്സിൽ എനിക്കൊരു അനാർക്കലി തയ്ക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ മെറ്റീരിയൽ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ പ്രത്യേകിച്ച് കിട്ടിയില്ല. അവസാനം ഞാൻ ഇതിലേതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഗൈസ്, അത് ഞാൻ എടുത്തില്ല. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഓർണമെൻറ്റ്സ് റെൻ്റിലെടുക്കാനായിട്ട് പോയി. ഞങ്ങളവിടെ കുറേ റെൻ്റൽസൊക്കെ നോക്കി. ഇതാണ് അവസാനം എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിനെനിക്ക് തോന്നുന്നു 2 ദിവസത്തേക്ക് 230 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതും വെറുതെ ഞങ്ങൾ ട്രൈ ചെയ്തു. ഇതിന് 280 റുപ്പീസായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് എൻ്റെ ഫാഷൻ ഡിസൈനർ. അപ്പം അവൾക്ക് കുറച്ച് ഹാങ്ങിങ്സും അതുപോലെ തന്നെ ത്രെഡൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഡേ കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡേയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത മെറ്റീരിയലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഡേ വീണ്ടും പോവുകയാണ്. ഇപ്രാവശ്യം വേറൊരു ടൗണിലോട്ടാണ് പോകുന്നത്. ആ കടയിലെത്തിയപ്പോൾ അവിടെ നിറയെ ഇങ്ങനത്തെ റണ്ണിങ് മെറ്റീരിയൽസ് ആയിരുന്നു. സോ അത് കണ്ടപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി ഏതെടുക്കണം എന്നുള്ളത്. ഇതിലൊരുപാട് കളേഴ്സും അതുപോലെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ കുറേയൊക്കെ നോക്കി അവസാനം ഞാനൊരു മെറ്റീരിയൽ കണ്ടുപിടിച്ചു. അതിൻ്റെ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഒരു വെറൈറ്റി കളറാണ്. ഒരു ഇതായിരുന്നു ആ മെറ്റീരിയൽ. ഒരു ഗ്രേപ്പ് വൈൻ കളറാണ്. പക്ഷെ ഗ്രേപ്പ് വൈൻ്റെ കൂടെ ഒരു എന്താ പറയുക, എന്തോ ഒരു പ്രത്യേകത എനിക്ക് ആ കളറിന് തോന്നി. അങ്ങനെ ഞാനത് എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ഈ കളറിലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പ്രൈസൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഇതിലിങ്ങനെ സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട്. ഇതൊരു മീറ്ററിന് 90 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ അവിടെ കുറേ കട്ട് പീസസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇനി എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇത് മീറ്ററിന് 80 റുപ്പീസായിരുന്നു. പക്ഷേ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പോർഷൻ എടുക്കണം. ഇതുപോലെ കോഡ് സെറ്റായിട്ട് തയ്ച്ചിടാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതവർ സെറ്റായിട്ടേ കൊടുക്കുകയുള്ളൂ. പാൻറ്റും ടോപ്പിനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഡ്രസ്സിലുള്ള അറ്റാച്ച് ചെയ്യുന്ന ലേസുകളുടെ ഒരു കളക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പർച്ചേസിനൊക്കെ ശേഷം ഞാനൊരു കരിക്ക് ഷേക്കും കൂടി കുടിച്ചിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ഡ്രസ്സിൻ്റെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.